ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ ചെറുതായിട്ട് ഒന്ന് പച്ച കണ്ട് തുടങ്ങിയപ്പോഴേക്കും, ചെറിയ രീതിയിൽ ഗ്രീൻ ക്യാൻഡിൽസൊക്കെ ഫോം ആവാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു ബുൾ ട്രാപ്പ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ബുൾ ട്രാപ്പ് ആവാനായിട്ട് സാധ്യതയുള്ളത്, ഇനിയും മാർക്കറ്റ് താഴേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിൽ കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു USD പെയറിലുള്ള ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ തവണ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് വന്നപ്പോഴും പ്രൈസ് പിന്നീട് നല്ല രീതിയിലുള്ള ഒരു റാലി പ്രൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ ഏരിയാസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലാണ്. പക്ഷേ അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് വീണ്ടും ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വീണ്ടും പ്രൈസ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രൈസ് വീണ്ടും ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ രീതിയിലുള്ള ഒരു പമ്പ് നമുക്ക് എന്താ പറയുക, ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് ഓരോ തവണ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തുമ്പോഴും ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് പ്രൈസ് ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2014 സമയത്ത് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയ ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇനി ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം പ്രൈസ് ഏത് രീതിയിലാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം പ്രൈസ് വീണ്ടും ചെറിയ രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പ്രൈസ് സൈഡ് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രൈസ് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. ആ ഒരു ഏരിയയിൽ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് പിന്നീട് നമ്മൾ കണ്ട പോലെയുള്ള ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റോടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് കൃത്യമായിട്ടൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ചെറിയ രീതിയിൽ പ്രൈസ് ഒന്ന് ഡൗൺ ആയി, അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷമാണ് പ്രൈസ് പിന്നീട് ഒരു റാലി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഓവർസോൾഡ് ആയിട്ട് ഉള്ള കണ്ടീഷനിലേക്ക് എത്താനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം പ്രൈസിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൈസ് വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ അങ്ങനെ താഴേക്ക് പോയതിന് ശേഷമാണ് പ്രൈസ് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ആവുകയും പിന്നീട് ഒരു വലിയ ഒരു റാലി നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കാസ്റ്റിക് ഈ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം എല്ലാം തന്നെ പ്രൈസ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് അപ്പോൾ തന്നെ ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയ ഉടനെ തന്നെ പ്രൈസിന് ഒരു റാലി നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. അവിടെ പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷം പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോട്ടം എത്തിയിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ബോട്ടം ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇതൊരു ബോട്ടമാണ് എന്ന് യാതൊരു തരത്തിലും നമുക്ക് പറയാറായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് 2018 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു 19K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ഏരിയയിലേക്ക് തീർച്ചയായിട്ടും ഒരു ഇറങ്ങി വരവ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ നല്ല രീതിയിലുള്ള റിജക്ഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ദിവസം കൂടി ഉണ്ട് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. അതായത് നാളെ ആയിരിക്കും ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ആവുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിത് മുൻപൊരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ട്. നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ഇവിടെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൈസ് കൃത്യമായിട്ടൊരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലോവർ ലോയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോവർ ലോയിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അതായത് ഈ ഒരു 28K അല്ലെങ്കിൽ 29 ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 29Kയിലാണ്. അപ്പോൾ ഈ ഒരു 29Kയിൽ നിന്ന് പ്രൈസിന് ഈ രീതിയിൽ ഒരു 34Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, 35Kയിലേക്കുള്ള തൊട്ട് മുൻപുള്ള ആ ഒരു ലോവർ ലോയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്, ചെറിയ രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ് കോയിനിലും അതോടൊപ്പം തന്നെ ഓൾട്ട് കോയിൻസിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പ് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോഴേക്കും ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇനി ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് ബിറ്റ് കോയിൻ എന്തായാലും പോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. അത് ഒരു ബുൾ ട്രാപ്പ് ആയിരിക്കും. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ കാണിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ബുൾ ട്രാപ്പ് ആയിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. കാരണം കൃത്യമായിട്ട് നമ്മൾ ട്രെൻഡിനൊപ്പം പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു 35K എന്ന് പറയുന്ന അല്ലെങ്കിൽ 34 എന്ന് പറയുന്ന, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോവർ ലോ ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും റിജക്റ്റ് ആവുകയും താഴേക്ക് വരാനായിട്ടുള്ള ചാൻസസ് അവിടെ വളരെയധികമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെയും കാണാൻ സാധിച്ചത് അത് തന്നെയാണ്. ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് പ്രൈസ് പിന്നീട് അവിടെ നിന്ന് നല്ല രീതിയിൽ പമ്പാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ആയതിനു ശേഷം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 20K എന്ന് പറയുന്ന ഏരിയയ്ക്കും അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു 2932 എന്ന് പറയുന്ന ആ ഒരു ഏരിയയ്ക്കും ഇടയിൽ പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും പ്രൈസ് ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രൈസ് എന്നുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രൈസ് കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ട്രെൻഡിനനുസരിച്ച് മാത്രം നീങ്ങുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ആ ട്രെൻഡിനൊപ്പം മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ടുള്ളൂ. സ്കാൽപ്പേഴ്സിനെയും ഇതേ സെയിം കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്. സ്വിംഗ് ട്രേഡേഴ്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക്, അതായത് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ തൽക്കാലത്തേക്ക് ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടത്തണം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള, ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അത് ഒരു ബുൾ ട്രാപ്പ് ആവാനാണ് കൂടുതലും സാധ്യതകളുള്ളത്. കാരണം ഈ രീതിയിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ, ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേണിനെ ആയാലും അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള റീടെസ്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ, ഈ ഒരു ലോവർ ലോയിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത് ഒരു ബുൾ ട്രാപ്പായിട്ട് മാത്രം എടുക്കുക. ആ ഒരു ബുൾ ട്രാപ്പിൽ ആരും അകപ്പെടാതിരിക്കുക. നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. നല്ല രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.